ഹായ്, ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് വളരെ സോഫ്റ്റ് ആണെന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് ഒരു കപ്പ് പച്ചരി, അത് നമുക്ക് കുതിരാനായിട്ട് വെള്ളത്തിലിടാം. ഇത് 4 മണിക്കൂർ നമുക്ക് കുതിരാനിടാം. 200 ഗ്രാം ശർക്കരയില്ല, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് പാനിയാക്കാം. ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു. ശർക്കരയിൽ മണ്ണൊക്കെ കാണും, അപ്പം നമുക്കിതൊന്ന് ശർക്കര പാനിയാക്കിയത് അരിച്ചൊഴിക്കാം ഒരു പാത്രത്തിലേക്ക്. അരി കുതിർത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കുതിർത്തെടുത്ത പച്ചരി നമുക്ക് ജാറിലേക്ക് ഇടാം, മിക്സിയുടെ ജാറിലേക്ക്. ഇത് 4 മണിക്കൂർ കുതിർത്തെടുത്ത അരിയാണിത്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 2 ഏലക്ക അത് ചേർക്കാണ്. ഒരു നുള്ള് ബേക്കിംഗ് പൗഡർ ചേർക്കാണ്. ഞാലിപ്പൂവനാണ്, ഒരു 3 എണ്ണം ചേർക്കുക. ഇതിപ്പോൾ യെല്ലോ റോബസ്റ്റയാണ് ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നത്. പഴയ എത്രയും ചേർക്കുന്നോ അത്രയും സോഫ്റ്റായിട്ട് നമുക്ക് ഉണ്ണിയപ്പം കിട്ടും. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം ഫുള്ള് ചേർത്തു. നമ്മളെടുത്ത് ശർക്കരപ്പാനി ഒഴിച്ചാണ് നമ്മൾ ഈ അരി അരയ്ക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് ഇതിലേക്ക് ഒഴിക്കുകയാണ്. അല്പം ഉപ്പ് ചേർക്കുകയാണ് അരയ്ക്കുന്നതിലേക്ക്. ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അരി അരച്ചിട്ടുണ്ട്, നമുക്കതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. അരക്കപ്പ് മൈദ ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കുഴച്ചെടുക്കണം. ഇല്ലാതെ കുഴച്ചെടുക്കണം. കൈകൊണ്ട് കുഴക്കുന്നതായിരിക്കും നല്ലത്. സ്പൂൺ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാമെങ്കിൽ അങ്ങനെ ചെയ്യും. നമ്മൾ ബാക്കിയുള്ള ശർക്കരപ്പാനിയിൽ കുറച്ച് നമുക്ക് ബാക്കിയുള്ള മൈദ കൂടെ ചേർക്കാണ്. അപ്പോൾ മുഴുവൻ മൈദ നമ്മളിതിൽ ചേർത്തു. നമ്മളെടുത്ത് അരക്കപ്പ് മൈദയും ചേർത്തു. എടുത്ത അരക്കപ്പ് തേങ്ങ കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. തേങ്ങ തിരുമ്മി ചേർക്കുന്നുണ്ടെങ്കിൽ കൊത്തെടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് നെയ്യിൽ വറുത്ത് ചേർത്താലും മതി, അതാണ് ഇഷ്ടമില്ല. അപ്പം ഞാൻ തേങ്ങയൊക്കെ നേരത്തെ ചേർത്തതിന് ശേഷം എല്ലാം ചേർത്താണ് കുഴച്ചങ്ങ് വയ്ക്കും. എന്നിട്ടൊരു 5-6 മണിക്കൂറിന് ശേഷം ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കുന്നത്. നമ്മൾ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തേങ്ങ ചേർത്താലും മതി. ബാക്കിയുള്ള ശർക്കരപ്പാനിയോടെ ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. എടുത്ത നമ്മൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ചാണ് ശർക്കര പാനിയാക്കിയത്. അത് മുഴുവൻ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതുപോലെ തയ്യാറാക്കി വെക്കുക. ഉണ്ണിയപ്പച്ചട്ടി ചൂടായിട്ടുണ്ട്, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആറ് മണിക്കൂർ കഴിഞ്ഞു. അപ്പം നമ്മുടെ മാവ് കുടിച്ചിട്ടുണ്ട്, നന്നായിട്ട് പാകമായിട്ടിട്ടുണ്ട്. അപ്പം നമുക്കിനി ഉണ്ണിയപ്പം ഉണ്ടാക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണയിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. ഓരോ കുഴിയിലും മാവ് ഒഴിച്ചു കൊടുക്കണം.
പകുതി വെച്ച് ഒഴിച്ചാൽ മതി കുഴിയിൽ, ഫുള്ളൊഴിക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മുടെ മാവ് നല്ല സോഫ്റ്റാണ്, അതാണ് ഇങ്ങനെ തനിയെ തന്നെ അതിങ്ങനെ നമ്മൾ ഒഴിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ തനിയെ പൊങ്ങി വരുന്നത്. സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാകുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു രീതിയിലാണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ ഈ പഴമൊക്കെ ഇങ്ങനെ വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പം നമുക്ക് കിട്ടും. നമുക്ക് ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്.